നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന 3ാമത്തെ പ്രതിഫലം വയുഅതീഹി കിതാബഹു ബിയമീനിഹി. നിന്റെ കിതാബിന്റെ ഏത് കിതാബെന്നറിയോ? മാ യൽഫിദു മിൻ ഖൗലിന ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അറിയാതെ ഒരു നന്മ പോലും ഒരു തിന്മ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല മുസ്ലിമേ. അങ്ങനെ അവരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന നിന്റെ കിതാബില്ലേ, കിതാബ് നിന്റെ വലങ്കയിൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ. 3ാമത്തെ പ്രതിഫലം എന്താ? നമ്മുടെ കിതാബ് അല്ലാഹു വലങ്കയിൽ തരും. ഏത് കിതാബാ? നമ്മുടെ വലതേ ചുമലിലും ഇടതേ ചുമലിലും ഇരിക്കുന്ന 2 മലക്കുകൾ അവര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബ്. ഒരു തെറ്റും വിടില്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആ കിതാബ് വാങ്ങിച്ചിട്ട് വായിക്കുന്നൊരവസ്ഥയെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖാലൂ യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവേ, ആരും അറിയാതെ പാതിരായുടെ നിസയിൽ ഞാൻ ചെയ്തു കൂട്ടിയ പാപം പോലും ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. സമയത്ത് ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട എന്റെ കാമുകനോട് സംസാരിച്ചത് എന്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല, എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, എന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല. എന്നാലും അല്ലാ, തെറ്റുപോലും ഇതിനകത്ത് ഉണ്ടല്ലോ അല്ലാ. ഇത് എന്തോ ഒരു കിതാബാ, ഇതെന്തോ ഒരു കിതാബാ. ആ കിതാബ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ വായിക്കുന്നൊരവസ്ഥ. അല്ലാഹുവേ, പാതിരായുടെ നിശയിൽ ആരും അറിയാതെ ചെയ്ത തെറ്റുപോലും ഇതിനകത്തുണ്ടല്ലോ റബ്ബേ. ഇതെന്തോ ഒരു കിതാബ്. അങ്ങനെയുള്ള കിതാബ് നിന്റെ വലങ്കയിൽ കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഇനി 4ാമത്തെ പ്രതിഫലം. 4ാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന 4ാമത്തെ പ്രതിഫലം വയമുറു അല സിറാത്തി കൽ ബർഖിൽ ഖാതിഫി. സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് അല്ലാഹുവേ, എന്നെ എന്ന് രക്ഷപ്പെടുത്താൻ ആരെന്ന ചിന്തയോടെ നീ അതാ നിൽക്കുമ്പോ അതാ നിന്റെ നമസ്കാരങ്ങൾ കടന്നു വന്നുകൊണ്ട് നിന്റെ കൈപിടിച്ചുകൊണ്ട് സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. ഈ സിറാത്ത് എങ്ങനെയാണെന്ന് അറിയൂ? നമ്മളൊക്കെ ഇതിലൂടെ വലിയ പാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ, അതുപോലത്തെ പാലമാണ്. ഇവിടെ ഈ കാഞ്ഞങ്ങാട് കഴിഞ്ഞിട്ട് കാസർഗോഡ് വരുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട്. ട്രെയിനിൽ വരുമ്പോഴേ ഒരു പാലമുണ്ട്, കീഴൂർ പാലം. ആ പാലത്തിൽ ട്രെയിൻ കയറുമ്പോ വല്ലാത്തൊരു പേടിയാ. അല്ലാഹു, ഇതെല്ലാടെ ഇടിഞ്ഞിപ്പോ തറയിലോട്ട് വീഴും. വല്ലാതൊരു കുടുക്കവും വല്ലാത്തൊരു ചലനവും ഒക്കെ ആ ട്രെയിനിനകത്തിരിക്കുമ്പോ. അതുപോലത്തെ പാലമാണ്. ആ പാലത്തിൽ കയറുമ്പോ പോലും നമുക്ക് പേടിയാ. അല്ലാഹു ഈ പാലത്തെ ഇത് എവിടെയാ പടച്ചു വെച്ചിരിക്കുന്നറിയും? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഹുവ ജിസ്റുൻ മൻസൂബുൻ അലാ മത്തിനി ജഹന്നമ. ജഹന്നമിന്റെ മുകളിലൂടെ അല്ലാഹു നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ്. നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ്. ഈ പാലം അല്ലാഹു എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെ പാലം ഉണ്ടാക്കണമെങ്കിൽ കമ്പി വേണം, സിമന്റ് വേണം, മെറ്റില് വേണം, മണല് വേണം. അവിടെ പാലം ഉണ്ടാക്കാൻ എന്ത് വേണം? നിന്നെ അങ്ങോട്ട് പിടിച്ചു നിർത്തും. എന്നിട്ട് നിന്റെ തലയിൽ നിന്നൊരു മുടിയെടുക്കും, 7 ആയിട്ട് കീറി. അപ്പൊ ചിലര് പറയും, ഉസ്താദെ ഞാൻ രക്ഷപ്പെട്ടു, കാരണം ജനിച്ചപ്പോഴേ ഞാൻ കഷണ്ടിയാണല്ലോ. അല്ലാഹു എവിടെ നിന്ന് മുടിയെടുക്കുമെന്ന് എനിക്കൊന്നറിയും. ഇതൊന്നും അവിടെ പോയി പറയാൻ പറ്റില്ല. നിന്നെ പിടിച്ചു നിർത്തി നിന്റെ തലയിൽ നിന്നൊരു മുടിയെടുത്ത് 7 ആയിട്ട് കീറിയിട്ട് അല്ലാഹു ഇട്ട് തരും. എന്നിട്ട് പറയും, ദോ ആ കാണുന്നതാണ് സ്വർഗം. ഇതിലൂടെ കയറി കഴിഞ്ഞ് അവിടെ പോയാൽ നിനക്ക് സ്വർഗമുണ്ട്.
ആ കാണുന്ന കുഴി നരകമാണ്. ഇതിനകത്ത് കയറി പൊട്ടിയടിച്ച് ആ കുഴിക്കകത്തേക്ക് വീണുപോയാൽ അത് നരകമാണ്. അതിന് ഞാൻ ഉത്തരവാദിയാണ്. ഈ പാലത്തിനകത്ത് നമ്മുടെ കാലെടുത്ത് വെക്കുമ്പോൾ എന്തൊരവസ്ഥയെന്നറിയൂ? വല്ലാത്ത ചർക്കല, വല്ലാത്ത വഴുവഴുപ്പ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സിമന്റ് തറ ഉണ്ടായിരുന്നല്ലോ, സിമന്റ് തറ. ഈ സിമന്റ് തറ മഴ പെയ്ത് പായല് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പായലെന്ന് പറഞ്ഞാൽ അറിയാലോ, പായല് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് നമ്മൾ അറിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങിയാൽ ചറുക്കിയടിച്ച് വീഴാറുണ്ട്. അതുപോലെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലേക്ക് നിന്റെ കാലെടുത്ത് വെക്കുമ്പോ വല്ലാത്ത ചറുക്കല. പിന്നെയോ വാളിനേക്കാൾ മൂർച്ചയുണ്ടാകും ആ പാലത്തിൽ. കുറ്റിരിട്ട ഒന്നും കാണാൻ വയ്യ. അങ്ങനെയുള്ള സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ ആർക്കെങ്കിലും മിന്നൽ വേഗത്തിൽ കടന്നുകൊണ്ട് അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വരട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. 4ാമത്തെ പ്രതിഫലം അതാ. ഇനി 5ാമത്തെ പ്രതിഫലം. 5ാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നിന്റെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന 5ാമത്തെ പ്രതിഫലം വയുദ്ഖലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വയുദ്ഖലുൽ ജന്നത ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഒരു വിചാരണയും കൂടാതെ കടന്നു പോകാൻ, അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചറബ് നിന്നെ വിളിക്കുകയാ. നമസ്കരിച്ചവനാണോ? പേടിക്കണ്ട, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, കടന്നു പൊക്കൊള്ളൂ. ആ സ്വർഗ്ഗത്തിന്റെ അകത്ത് കടന്നു പോകാൻ അല്ലാഹു നമ്മളോട് പറയുന്നതാ. 5ാമത്തെ പ്രതിഫലം വയുദ്ഖലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഒരു വിചാരണയില്ല. അള്ളാഹു വിളിച്ചിട്ട് പറയും, നിസ്കരിച്ചല്ലോ, ഞാൻ പറഞ്ഞതനുസരിച്ച് നിസ്കരിച്ച് ജീവിച്ചല്ലോ, പൊയ്ക്കോ സ്വർഗത്തിലേക്ക്. അള്ളാഹു ആ ഒരു വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇത് നിസ്കരിച്ചവർക്കുള്ള പ്രതിഫലമാണെങ്കിൽ ഇനി നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ അറിയണ്ടേ? പ്രതിഫലം അറിയുമ്പോ അതിന്റെ ശിക്ഷയും കൂടെ അറിയണമല്ലോ. വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരി മജ്‌ലിസിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിസ്കാരം തുടങ്ങിക്കും. അല്ലെങ്കിൽ പെണ്ണിന്റെ നാട്ടിൽ പോയി നാണം കടേണ്ടി വരും. ഒരു 3 സഹോദരന്മാരൊരു നാട്ടിലുണ്ടായിരുന്നു. അവര് നല്ല ദീനീ സ്പിരിറ്റുള്ള, നല്ല നിസ്കാരമുള്ള, നല്ല അമലൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവർക്ക് ആകെ കൂടി ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. പെങ്ങളെന്ന് പറഞ്ഞാൽ അറിയാലോ, പെങ്ങള്, സഹോദരി, ഒരു പെങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ പെങ്ങളെ വിവാഹം കഴിക്കുന്ന പുതിയാപ്പണ നല്ല നിസ്കാരമുള്ളവനായിരിക്കണം, നല്ല അമലൊക്കെ ചെയ്യുന്നവരായിരിക്കണം എന്നവര് ധരിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞു, ഇവരുടെ ധാരണ മുഴുവനും തെറ്റി. ഇവൻ പള്ളിയുടെ പടി കണ്ടിട്ടില്ല. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ, RSP, PSP, JSP. ഇപ്പൊ ഒരു പുതിയ പാർട്ടിയുടെ വന്നിട്ടുണ്ട്, NSP. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല. RSP എന്ന് പറഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ പാർട്ടി, റമദാന് മാത്രം പള്ളിയിൽ വരും. PSP എന്ന് പറഞ്ഞാൽ പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടി, പെരുന്നാൾ നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ. JSP എന്ന് പറഞ്ഞാൽ ജുമുഅ സ്പെഷ്യൽ പാർട്ടി, ജുമുഅ നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ. ഇപ്പൊ ഒരു പുതിയ പാർട്ടിയുടെ വന്നിട്ടുണ്ട്, NSP, നബിദിന സ്പെഷ്യൽ പാർട്ടി, നബിദിനത്തിന് ചോറ് വാങ്ങിക്കാൻ മാത്രം പള്ളിയിൽ വരും. ഈ പറഞ്ഞ ഒരു പാർട്ടിയിലും അളിയലില്ല. നീ ഇപ്പൊ ഇവനെ തരാക്കെല്ലാനും പറ്റില്ലല്ലോ. അങ്ങനെ അളിയനെ വിളിച്ചിട്ട് അളിയന്മാരെല്ലാടെ പറഞ്ഞു, അളിയാ, നമ്മുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പുണ്ട്. വിവാഹം കഴിഞ്ഞ് വരുന്ന പുതിയാപ്പള ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു പാട്ട് പാടണം. അളിയൻ പറഞ്ഞു, അല്ലാഹുനാണ് റഹ്മാനാണ്, എനിക്ക് പാട്ടെന്ന് പറഞ്ഞൂടെ, നിങ്ങൾ കുഴപ്പിക്കണം. അളിയന്മാര് പറഞ്ഞു, പാടിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് പോകും, അഭിമാനം പോകും. പാട്ടൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരാൻ, പാടേണ്ട സമയവും പറഞ്ഞു കൊടുക്കാം. പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് പാടേണ്ട സമയവും പറഞ്ഞു കൊടുത്തു. എപ്പോഴാ പാടേണ്ട സമയം? ഇമാം അവറുകൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബയൊക്കെ ഓതിയിട്ട് നേരെ മിഹ്റാബിലോട്ട് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി. എന്നിട്ട് ഉസ്താദ് അവറുകൾ കുറച്ചു നേരം മിണ്ടാതെ നിൽക്കും. അപ്പൊ അളിയൻ വിചാരിച്ചു വേണം അളിയന് പാടാനുള്ള സമയമായി. അങ്ങനെ അളിയൻ പാടിക്കൊണ്ട് നിൽക്കുമ്പോ അളിയന്റെ വലത് ഭാഗത്തേക്കുന്ന മുക്രി ഇടത് കൈ കൊണ്ട് ഒരു ഇടി തരും. അപ്പൊ അളിയൻ വിചാരിച്ചു വേണം അകം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കെ പാടണം. അങ്ങനെ അളിയൻ വീണ്ടും പാടുമ്പോ അളിയന്റെ ഇടത് ഭാഗത്തേക്കുന്ന നാട്ടിലൊരു പാവപ്പെട്ട കാരണവർ, അദ്ദേഹം വലത് കൈ കൊണ്ട് ഒരു ഇടി തരും. അപ്പൊ അളിയൻ വിചാരിച്ചു വേണം പുറം പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കെ പാടും. അങ്ങനെ അളിയനെ പഠിപ്പിച്ച് സെറ്റപ്പാക്കി കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രണ്ട് സഫീരുത്തി. ഉസ്താദ് അവറാൾ മെമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബയൊക്കെ ഓതിയിട്ട് നേരെ മിഹ്റാബിലോട്ട് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി. എന്നിട്ട് ഉസ്താദ് അവറാൾ കുറച്ചു നേരം മിണ്ടാതെ വെക്കുമല്ലോ. എന്തിനാ മിണ്ടാതെ വെക്കുന്നേ? എന്തിനാ മിണ്ടാതെ വെക്കുന്നേ?
അറിഞ്ഞൂടാത്ത ചെറുപ്പക്കാരുടെ പെട്ടെന്ന് പഠിച്ചോ വജ്ജഹത്തു അതാ. അളിയൻ വിചാരിച്ചു അളിയന് കലാപരിപാടി തുടങ്ങാനുള്ള സമയമായി. അളിയൻ പാടി ആകാശം ഭൂമി പടച്ചവനല്ലാഹ്. അളിയന്റെ വലത് ഭാഗത്ത് നിന്ന് മുക്രി അല്ലാഹുവേ റഹ്മാനെ ഈ കാട്ടുപോത്ത് എവിടെ നിന്നാടാ കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു ഒരൊറ്റ. അളിയൻ വിചാരിച്ചു അകമ്പള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കപ്പാടണം. അളിയൻ പാടി ആകാശം ഭൂമി പടച്ചവനല്ലാഹ്. അളിയന്റെ ഇടത് ഭാഗത്ത് നിന്ന് നാട്ടിലൊരു പാവപ്പെട്ട കാരണവര് ഹജ്ജിന് പോകാൻ പോലും പൈസയില്ല. അല്ലാഹുവേ റഹ്മാനെ ഇത് പാവപ്പെട്ടവരുടെ ഹജ്ജാണല്ലോ തമ്പുരാനെ, ഇതുപോലും ഈ പഹയന്മാര് നേരെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഒരൊറ്റ ഇടി. അളിയൻ വിചാരിച്ചു പുറംപള്ളിയിലുള്ളവരൊന്നും പാട്ട് കേട്ടിട്ടില്ല, എത്തിക്കൂടെ ഉറക്കപ്പാടണം. അളിയൻ പാടി ആകാശം ഭൂമി പടച്ചവനല്ലാഹ്. അങ്ങനെ അന്ന് വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കാമെന്ന് എല്ലാവരുടെ ജുമുഅയും ഈ ഒരു അളിയൻ കാരണം ഖറാബായി, ബാത്തിലായി. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള ചെറുപ്പക്കാരാ, നിസ്കാരം കളിയല്ല. സൂറത്തുൽ ഫലഖ് അവതീർണമായ വേളയിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയേ മൽ ഫലഖു യാ റസൂലല്ലാഹ്. നബിയേ ഫലഖിനോട് കാവൽ ചോദിക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തല്ലോ നബിയേ. ഈ ഫലഖ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഹിയ ബിറും ഫീ ജഹന്നമ. അത് ജഹന്നം എന്ന് പറയുന്ന നരകത്തിലെ ഒരു പൊട്ട കിണറാണ് അനസേ. ഓ കിണറിന്റെ വിശേഷണം എന്തെന്നറിയോ? ലൗ താറ തായിറുൻ അൽഫസന. വിഹായസിന്റെ മാർവിടത്തിലൂടെ പാറി പറക്കുന്ന പക്ഷിപരവാദികളിൽ നിന്നും ഒരെണ്ണമെങ്ങാനും ഓ കിണറിന്റെ അടിയിലേക്ക് പറന്നു പോയാൽ 1000 വർഷം പറന്നാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല അനസേ. അത്രത്തോളം ആഴമാടാ, ഗരുതമാടാ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, മൻ ഹിയൽ അദാബു യാ റസൂലല്ലാഹ്. നബിയേ ഇത്രത്തോളം ഭീമമായ ഭീമാകാരമായ ഭീമത്സകമായ ശിക്ഷ ആർക്കുള്ളതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, താരിഖി സ്വലാ മഅസിഹത്തിൽ ബദനി. കൈകാലുകൾക്കും ശരീരത്തിനും ആരോഗ്യമുള്ളതോടൊപ്പം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേട്ടിട്ട് അതിനുത്തരം കൊടുക്കാതെ പള്ളിയുടെ മുമ്പിലൂടെ അഹങ്കാരത്തോടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിന്നെ പോലെ നമസ്കരിക്കാത്തവരെ കൊണ്ടിടാൻ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടക്കിണറാ. നിസ്കരിക്കാത്തവരെ കൊണ്ടിടാൻ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിണറാ ഫലഖ് എന്ന് പറയുന്ന കിണർ. നമ്മളൊക്കെ എന്ന് ഓതുന്ന സൂറത്താ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അല്ലാഹുവേ ഞാൻ ഫലഖിനോട് കാവൽ തേടുന്നു. ഇതാണ് ഫലഖ്. ആ കിണറിന്റെ അകത്തേക്ക് നമ്മൾ വീണുപോയാൽ 1000 വർഷം കഴിഞ്ഞാലും അതിന്റെ അടിയിലേക്ക് എത്താൻ കഴിയില്ല. അത്രത്തോളം ആഴമുണ്ട്, അത്രത്തോളം ഗർദമുണ്ട് ആ കിണർ. ഈ പോകുന്ന വഴിയിലൊക്കെ നിന്നെ പിടിച്ചു തിന്നാൻ നരകത്തിന്റെ വിഷം ചീറ്റുന്ന പാമ്പുകളും തേളുകളും ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള മാരകമായ ശിക്ഷകളിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിസ്കാരം ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ഇനി ഖുർആൻ പറഞ്ഞൊരു സ്ഥലം